ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, ഈ സന്ധ്യകൾ വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ത്രിയേക ദൈവം അവസരം നൽകി തന്നല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ലിവിംഗ് ലൈക്ക് എ ക്രിസ്ത്യൻ നോ മാറ്റർ വേർ എന്നുള്ള ഒരു തീമിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ധ്യാനങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ലിവിംഗ് ജോയ്ഫുള്ളി, പ്രത്യാശയോടെ ജീവിക്കുക, അതാണ് ഈ പത്രോസിന്റെ ലേഖനങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തതായിട്ടുള്ള തീം. എന്നാൽ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് 1 പത്രോസ് 1-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് ലിവിംഗ് ലൈക്ക് എ ക്രിസ്ത്യൻ നോ മാറ്റർ വേർ. ഞാൻ പറയുകയുണ്ടായി, പത്രോസ് നമ്മളോട് പറയുന്നു മൈൻഡ്, ബോഡി, സോൾ, ഈ 3ന്റെയും ഒരു പ്രിപ്പറേഷൻ വളരെയധികം അത്യാവശ്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൗ ടു പ്രിപ്പയർ യുവർ മൈൻഡ്, ഹൗ ടു പ്രിപ്പയർ യുവർ ബോഡി, ഈ 2 ആസ്പെക്ട് നമ്മൾ നോക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ 3ാമത്തെ തലത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് 1 പത്രോസ് 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. R.C. Sproul എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ബുക്കാണ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്. ഈ പുസ്തകത്തിന്റെ അകത്ത് അദ്ദേഹം ഒരു ചെറിയ സംഭവ കഥ പറയുന്നുണ്ട്. ജാക്ക് നിക്കലസ് ഒരു നല്ല ഗോൾഫർ ആയിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളും പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡും അതോടൊപ്പം തന്നെ ആ ഒരു കൂട്ടായ്മയിൽ ബില്ലി ഗ്രഹാം, നമ്മൾക്കൊക്കെയും വളരെ പരിചിതമായ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണല്ലോ, ഗ്രേറ്റ് പ്രീച്ചർ, ഒറേറ്റർ ആണല്ലോ, ബില്ലി ഗ്രഹാമും കൂടെ ഒരുമിച്ച് ഒരു പ്രാവശ്യം ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ട് കൂടുകയുണ്ടായിരുന്നു. ഈ ഗോൾഫ് കളിക്കുന്നതായിട്ടുള്ള സമയത്ത് ആദ്യത്തെ ഒരു സെഗ്മെന്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കിന് വേണ്ടിയിട്ട് അവർ ഇരിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജാക്ക് നിക്കലസിന്റെ ഒരു ഫ്രണ്ട് ജാക്ക് നിക്കലസിനോട് ചോദിച്ചു, എടാ സുഹൃത്തെ, എങ്ങനെയുണ്ടായിരുന്നു പ്രസിഡന്റിനോടൊപ്പം ബില്ലി ഗ്രഹാമിനോടൊപ്പം കളിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രസിഡന്റിനോടൊപ്പം കളിക്കുന്നത് വലിയ പ്രശ്നം തോന്നിയില്ല, പക്ഷെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കളി അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി. ഈ ചോദ്യം കേട്ട് ദേഷ്യപ്പെട്ട് കുടിക്കുന്നതായിട്ടുള്ള ചായയും സൈഡിലോട്ട് വെച്ചിട്ട് വീണ്ടും അദ്ദേഹം കളിക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നാൽ ഈ ചോദിച്ച ആള് വീണ്ടും അദ്ദേഹത്തെ ഒന്ന് ഫോളോ ചെയ്ത് എന്താണ് ഈ ഒരു ദേഷ്യപ്പെടലിന്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റിയിട, നിന്നെ മാനസാന്തരപ്പെടുത്താനായിട്ട് നോക്കിയോ, അതോ ദൈവത്തെ കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോ, പ്രസംഗിച്ചോ, എന്താണ്, വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്നാൽ ജാക്ക് നിക്കലസ് പറയുന്നത് അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹം ഒരു വാക്കും മിണ്ടിയില്ല. അപ്പോൾ ഈ സുഹൃത്തിന് ഭയങ്കര അധികമായിട്ട് അതിശയമുണ്ടായി. വൈ ദെൻ, പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര അധികമായിട്ട് ദേഷ്യപ്പെടാനായിട്ട് കാരണമായി തീർന്നത്? R.C. Sproul ആ പുസ്തകത്തിന്റെ അകത്ത് പറയുന്നത്, the evangelist had so reflected Christ-likeness that his presence brought the same feeling that to the golf pro as experienced by Isaiah. ഈ പറയുന്നതായിട്ടുള്ള ബില്ലി ഗ്രഹാം ഒരു വാക്കുപോലും ഉരുവാടിയില്ല, ഒരു വാക്കുപോലും മിണ്ടിയില്ല. പക്ഷെങ്കിൽ തന്റെ സാന്നിധ്യം കൊണ്ട് ആ ഒരു ക്രിസ്ത്യാനി ആകുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവും കൂടെ നടന്നതായിട്ടുള്ള ആള് ഹി സ്റ്റിൽ ഹാസ് ടു കം അപ്പ് എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് തന്നെ ഉണ്ടായതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഇത്തരത്തിലേതായിട്ടുള്ള ഒരു ദേഷ്യപ്പെടൽ ഉണ്ടാകാനായിട്ട് സാധ്യമായി തീർന്നത് എന്ന് പറയുന്നത്. ഡു ദി അതർ പീപ്പിൾ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് വെൻ വി സ്റ്റാൻഡ് besides them? നമ്മൾ മറ്റുള്ളവരുടെ സൈഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിലാകുമ്പോൾ ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ? എന്താണ് ദൈവം വിശുദ്ധനാണ്, ഹോളിയാണ് എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ വെൻ ഗോഡ് സേസ് ദാറ്റ് ഹി ഈസ് ഹോളി? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടേമാണ്. ദൈവത്തിന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആട്രിബ്യൂട്ട്, സ്വഭാവങ്ങൾ, വിശേഷണങ്ങൾ, അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടാണ് ഗോഡ് ഇസ് ഹോളി എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. വൺ ഓഫ് ദ റീസൺ ഇത് ഒത്തിരി ഡിഫിക്കൽട്ട് ആണ് എന്തിനെന്ന് ചോദിച്ചാൽ, കാരണം ഇത് മനുഷ്യന്റെ ഒരു ഇൻഹെറന്റ് ക്വാളിറ്റി അല്ല. മനുഷ്യനിൽ ഇതിങ്ങനെ ഈ ഒരു സ്വഭാവം മനുഷ്യനിൽ ഇൻഹെറന്റ് ആയിട്ടില്ല, അത് മനുഷ്യൻ ഷെയർ ചെയ്യുന്നില്ല. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഈ ഒരു വിശുദ്ധിയിലേക്ക് മനുഷ്യന് വളരാനായിട്ട് സാധ്യമായി തീർന്നില്ല. വീഴ്ച സംഭവിച്ചതുകൊണ്ട് മനുഷ്യൻ ഇനി എത്രമാത്രം ശ്രമിച്ചാലും, എത്രമാത്രം ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും, ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അസ് ടു ഡിഫൈൻ. അത് ചെയ്യാനായിട്ട് സാധ്യമല്ല. എന്നാൽ സ്നേഹം, വിശ്വസ്തത, കരുണ, ഇതിനെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം ഈ ക്വാളിറ്റീസ് ഒക്കെ നമുക്കും കാണിക്കാനായിട്ട് സാധ്യമായി തീരും. അപ്പോൾ പിന്നെ എന്താണ് ഈ ഹോളിനെസ് എന്ന് പറയുന്നത്? എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്?
ആ പുസ്തകത്തിന്റെ അകത്ത് തന്നെ ദ ഹോളിനെസ് ഓഫ് ഗോഡ് R.C. സ്പ്രോൾ പറയുന്നു, ദൈവം എന്ന് പറയുന്നത് എപ്പോഴും കൺസിസ്റ്റന്റ് ആണ്. ദൈവം എപ്പോഴും ദൈവത്തിന്റെ സ്വഭാവം അനുസരിച്ചും ദൈവത്തിന്റെ ആ ഒരു ക്യാരക്ടർ അനുസരിച്ചുമാണ് ദൈവം ആക്ട് ചെയ്യുന്നത്. ഈ പ്യൂരിറ്റി എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത്, അത് ദൈവത്തിന് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അതിൽ നിന്നൊരു തിരിഞ്ഞു പോക്കോ അതിൽ നിന്നൊരു ഓടിപ്പോക്കോ ഇല്ല. ദൈവത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ല. ഗോഡ് ഈസ് അബ്സല്യൂട്ട്ലി അട്ടർലി ഇൻകേപ്പബിൾ ഓഫ് ആൻ അൺഹോളി ആക്ട്. ദൈവത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. എന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണല്ലോ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് നടത്തുന്നത് എന്ന് കാണാനായിട്ട് സാധ്യമായി തീരുന്നത്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോഴും അവിടെയും താൻ എത്രമാത്രം അൺക്ലീൻ ആണ് എന്നുള്ളൊരു ബോധ്യത്തിൽ കൂടിയാണ് ഹോലി 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 ഈസ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ള വാചകങ്ങൾ പറയാനായിട്ട് ഇടയായി തീർന്നത്. ഹോളി 611 പ്രാവശ്യം വേദപുസ്തകത്തിന്റെ അകത്ത് ഒന്നെങ്കിൽ ദൈവമോ അല്ലെങ്കിൽ ദൈവം കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഹോളിയാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു അർത്ഥം, ഇതൊരു പ്രാക്ടിക്കൽ സെൻസിൽ ഇതിനൊന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ട്രാൻസ്ഫോമിംഗ് ഗ്രേസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ജെറി ബ്രിഡ്ജസ് ഇപ്രകാരമാണ് പറയുന്നത്, വേദപുസ്തകത്തിൽ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ, ഹോളിനെസിനെ കുറിച്ച് പറയുമ്പോൾ 2 അർത്ഥത്തിലാണ് ഹോളിനെസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് അത് ഒരു ആള് ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു വിശുദ്ധിയാണ്. എന്നാൽ രണ്ടാമത്തെ വിശുദ്ധി എന്ന് പറയുന്നത് അതിലേക്ക് നാം ദൈനംദിനം വളരേണ്ടിയിരിക്കുന്നു. ആദ്യത്തേത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു വിശുദ്ധി എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് ആണ്, അത് കംപ്ലീറ്റ് ആണ്. ദൈവത്തിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിശുദ്ധിയാണ്. അത് പെർഫെക്റ്റ് ആണ്, കംപ്ലീറ്റ് ആണ്. എന്നാൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് അത് പ്രോഗ്രസീവ് ആണ്, അത് ഇൻകംപ്ലീറ്റ് ആണ്. ജീവിക്കുന്നതായിട്ടുള്ള നാള് മൊത്തവും ഈ ഒരു വിശുദ്ധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഈ അർത്ഥം എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പത്രോസ് ഇവിടെ ഈ ഒരു കാര്യം ഈ വിശ്വാസികളോടും നമ്മളോട് ഓരോരുത്തരോടും പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ആ തലത്തിൽ അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു തലത്തിൽ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ഒരു വിശുദ്ധി ഒരു പ്രോഗ്രസീവ് ആണ്. ഇതിലേക്ക് ഞാൻ വളരാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ഷുഡ് ഓൾവേസ് അസ്പയർ ടു ഹോളി ലിവിംഗ്. ഹോളി ലിവിംഗ് ഇസ് സംതിങ് വി മസ്റ്റ് ഗ്രോ ഇൻ. ഈ ഒരു വിശുദ്ധിയിലേക്കാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന, ഒരു വിശ്വാസി എന്ന് പറയുന്ന ആള് എപ്പോഴും വളരേണ്ടത് എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്. 3 ചെറിയ കാര്യങ്ങൾ, ചെറിയ ചിന്തകൾ. ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാകുകയും എന്ന് അപ്പോസ്തലനായ പത്രോസ് വീണ്ടും വിശ്വാസികളെ ഓർമ്മിപ്പിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വിച്ച് ഇസ് ദ ചോയ്സ് ഐ എം ചൂസിങ്? ഈസ് ഇറ്റ് ഗോഡ്ലി സ്റ്റാൻഡേർഡ് ഓർ വേർഡ്ലി സ്റ്റാൻഡേർഡ്? ഇവിടെ പറയുന്നു, ഐ എം ഹോളി ആൻഡ് ഐ ഹാവ് കോൾഡ് യു ടു ബി ഹോളി. ദൈവം ഇത് പറയുമ്പോൾ ദൈവം പറയുന്നത് വിശുദ്ധിയെ കുറിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് അന്വേഷിച്ച് നിങ്ങൾ പോകണ്ട. വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഞാനാണ് എന്റെ സ്റ്റാൻഡേർഡ്. അതിലൊരു തർക്കവുമില്ല, അതിലൊരു ഡിബേറ്റും ഇല്ല. ദൈവത്തിന്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് എനിക്ക് വളരാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ട്. ദൈവികമായിട്ടുള്ള സ്റ്റാൻഡേർഡ് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ ഞാൻ വളർന്നിരിക്കുന്നത്, അതോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു ചില സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് ഞാൻ ചിലതിനെയൊക്കെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സൂക്ഷ്മ പരിശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിശുദ്ധിയുടെ തലത്തിലേക്ക് എനിക്ക് വളരാനായിട്ട് സാധ്യമായി തീരത്തില്ല, എനിക്ക് വളരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു സത്യം. 2, ഞാൻ വിശുദ്ധരായതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാകുകയും എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ചൂസിങ് ബിറ്റ്വീൻ ക്യാരക്ടർ ആൻഡ് കരിയർ. വേദപുസ്തകം ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ ഐ ഫീൽ ഗോഡ് ഇസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് യു ആർ റാദർ ദാൻ വാട്ട് യു ഡു. നമ്മുടെ വേദപുസ്തകത്തിലെ എല്ലാ കഥാപാത്രങ്ങളെ എടുത്തു നോക്കിയാലും, കഥകളെ എടുത്തു നോക്കിയാലും, കർത്താവ് പറഞ്ഞ ഉപമകൾ എടുത്തു നോക്കിയാലും അവിടെ എല്ലാം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ദൈവം കൂടുതൽ ഇൻട്രസ്റ്റഡ് നീ എങ്ങനെ ഉള്ളവനാകുന്നു എന്നതിലാണ്, നീ എന്ത് ചെയ്യുന്നു എന്നതിലല്ല. എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റായ രീതിയിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കരുത്. കർത്താവ് ഗിരിപ്രഭാഷണങ്ങൾ പറയുമ്പോഴും കർത്താവിന്റെ ഒരു ഊന്നൽ അത് തന്നെയായിരുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് എല്ലാവരും വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ബട്ട് there is some problem somewhere and that is it is in you. നിങ്ങളുടെ അകത്താണ്, അകം മാറിയിട്ടില്ല. അകം മാറാത്തത് കൊണ്ട് പുറമേ മാത്രം ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല.
ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ കരിയറിനെ കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആണ്. എന്നാൽ പത്രോസ് പറയുന്നത് ഇറ്റേണിറ്റി, ഈ ഒരു സ്വർഗീയ അനുഭവം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളെങ്കിൽ കരിയറിനേക്കാൾ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ക്യാരക്ടറിലാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ അല്പം സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? എന്റെ കരിയറിൽ ചില കോട്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചിലർക്കൊക്കെ നമ്മൾ നിശബ്ദരായിട്ടുണ്ട്. ആ നിശബ്ദതയും ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്തേണ്ടതായിട്ടുള്ള ദൈവം പറഞ്ഞതായിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ രൂപീകരണം നമ്മളിൽ എവിടെയോ സാധ്യമായി തീരാത്തതിന്റെ ഒരു വലിയ തെളിവാണ്. നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു വലിയ പ്രിവിലേജാണ് ഈ സ്വർഗത്തിന്റെ അനുഭവം. എന്നാൽ ക്രിസ്തു ഇതിനു വേണ്ടിയിട്ട് തന്റെ സ്വന്തം ജീവിതം ക്രൂശിൽ കൊടുത്തത് നമുക്കൊരു കംഫർട്ടബിൾ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പിന്നെയോ ഒരു വെൽ അഡ്ജസ്റ്റഡ് ലൈഫ് നമ്മൾ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇത്രമാത്രം ഒരു ത്യാഗം നമ്മുടെ നാഥൻ എടുത്തപ്പോൾ അവിടെ എന്റെ ക്യാരക്ടർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധ്യമായി തീരുന്നുണ്ടോ? ആ ഒരു പ്യൂരിറ്റിയിലേക്ക് ഞാൻ വളരണമെന്നുണ്ടെങ്കിൽ കരിയറിനേക്കാൾ കൂടുതൽ ഞാൻ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരത്തുള്ളൂ. വേർഡ്ലി സ്റ്റാൻഡേർഡ്, ഗോഡ്ലി സ്റ്റാൻഡേർഡ്. ഈസ് ഇറ്റ് ക്യാരക്ടർ ഓർ ഈസ് ഇറ്റ് കരിയർ? മൂന്നാമതായിട്ട് അവസാനം ഇവിടെ പറയുന്ന ആ വാക്ക് തന്നെ ഞാൻ എടുക്കുകയാണ്. ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാകുവീൻ. ഹാപ്പി ഓർ ഹോളി? ഏതൊരു മനുഷ്യന്റെ ജീവിതം എടുത്തു നോക്കിയാൽ അവൻ ജീവിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത്, പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതും സമ്പാദിക്കുന്നത്, ഇതെല്ലാം ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അല്പം സന്തോഷം ലഭിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അതാണല്ലോ നമ്മുടെ പലരുടെയും ഒരു മോട്ടീവ് ലൈഫിന്റെ. എന്നാൽ ദൈവം ഒരു ഹാപ്പി ലൈഫിനേക്കാൾ കൂടുതൽ ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു ഹോളി ലൈഫാണ്. ഈ ഒരു വിശുദ്ധിയുള്ള ഒരു ജീവിതം, സന്തോഷമുള്ള ഒരു ജീവിതമല്ല, വിശുദ്ധിയുള്ള ഒരു ജീവിതം. ആ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ചില ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരത്തുള്ളൂ എന്ന് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുകയാണ്. ഞാൻ എവിടെയോ വായിച്ചതാണ്, എന്നാൽ വളരെ ശ്രദ്ധേയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. The 10 commandments were written on stone, not in metal, clay or mud, which can be melted, shaped or molded. None of the commandments, like the tablets on which they were originally carved, is malleable. Each can be broken but not altered. കല്ലിന്മേലാണ് കൽപ്പനകൾ എഴുതിയിരുന്നത്. അയണിലോ ക്ലേയിലോ മഡിലോ ഒന്നുമല്ല. അതിലൊക്കെയും എഴുതിയിരുന്നെങ്കിൽ അതിനെ മെൽറ്റ് ചെയ്യാം, വീണ്ടും ഷേപ്പ് ചെയ്യാം, മോൾഡ് ചെയ്യാം. അതിന്മേലാണ് കൽപ്പനകൾ എഴുതിയത് കൊണ്ട് അതിനെ എങ്ങനെയാണോ അത് എഴുതിയിരിക്കുന്നത് അതുപോലല്ലാതെ ഇഷ്ടമുള്ളതുപോലെ അതിനെ നമുക്ക് മാറ്റുവാനോ ഭേദപ്പെടുത്തുവാനായിട്ടോ സാധ്യമായി തീരത്തില്ല. ഡിയർ parents, dear young friends and children, Peter here is giving us a call and he's giving us a challenge. If you are to go out and live out there as a Christian, you have to do something for your mind, for your body and for your soul. You have to prepare your mind, you have to prepare your body, you have to prepare your soul. And there he says, how can this be done? By sticking to your Bible, by sticking to God-given distinctiveness. Living like a Christian no matter where. എങ്ങനെയാണ് എന്റെ മനസ്സിനെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? തിങ്ക് ക്ലിയർലി, തിങ്ക് മോറലി ആൻഡ് തിങ്ക് ഹോപ്പ്ഫുള്ളി. എങ്ങനെയാണ് എന്റെ ബോഡിയെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്? ഐ ഹാവ് ടു സേ നോ ടു സംതിങ്, ഐ ഹാവ് ടു സേ യെസ് ടു സംതിങ്. നോ ടു മൈ നേച്ചർ ആൻഡ് യെസ് ടു ഗോഡ്. ഈ ഒരു വിശുദ്ധിയിലേക്ക് എങ്ങനെ വളരാനായിട്ട് പറ്റുന്നു? ഹൗ ക്യാൻ ഐ പ്രിപ്പയർ മൈ സോൾ ഇൻ ഹോളിനെസ്? ഐ ഹാവ് ടു മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ ഗോഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ബിറ്റ്വീൻ വേൾഡ് സ്റ്റാൻഡേർഡ്, between character and between career, between being holy or I want to be happy. ശരിയായ ഒരു ക്രിസ്ത്യാനിയായി നമ്മുടെ ജീവിതങ്ങൾ ജീവിപ്പാനായിട്ട് അപ്പോസ്തലനായ പത്രോസ് നമുക്കൊരു ആഹ്വാനം നൽകുകയാണ്. ഈ ഒരു ആഹ്വാനം സ്വീകരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നൽകി തരുന്ന ഓരോ നല്ല നിമിഷത്തിന്റെ സന്തോഷങ്ങൾക്കും നന്മകൾക്കുമായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. ജീവിതയാത്രകളിൽ ശരിയായ രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ പേരിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ അപ്പോസ്തലനായ പത്രോസ് ഞങ്ങൾക്ക് നൽകി തന്ന നിന്നിലൂടെ ലഭിച്ചതായിട്ടുള്ള ആ വലിയ അറിവിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സുകളെ പ്രിപ്പയർ ചെയ്യുവാൻ, ശരീരങ്ങളെ പ്രിപ്പയർ ചെയ്യുവാൻ, ഞങ്ങളുടെ സോളിനെ പ്രിപ്പയർ ചെയ്യുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ. കേട്ടതായിട്ടുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും, അങ്ങനെ ഞങ്ങൾ മാറുമ്പോൾ
ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്കും കർത്താവെ ആ ഒരു വിശുദ്ധിയുടെ അനുഭവം ലഭിക്കാൻ തക്കോണം നീ ഇടയാക്കണമേ. അതിനായിട്ട് ഞങ്ങളെ നീ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.